ഹലോ കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ മക്കളെ ട്യൂഷന് വിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇച്ചാൻ എന്നോട് പറഞ്ഞു, ബാ നമുക്ക് വണ്ടി ഷിഫ്റ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു. ബാ ഞാൻ കാണിച്ചു തരാം. ഒരു പുതിയ സൈറ്റാണ്. അപ്പോൾ അവിടെ വർക്ക് കഴിഞ്ഞു, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് വരാൻ പോകാം. ചെറിയ മിഷനായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ പോകാമെന്ന് പറഞ്ഞു. എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ ബാ ഞാൻ കാണിച്ചു തരാം, നിനക്ക് വരുന്നതിന് എന്താ ബുദ്ധിമുട്ടെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു നോ പ്രോബ്ലം, വരുന്നതിന് ഒരു കുഴപ്പമില്ല. വന്നത് ഇവിടെയാണ്. ഇവിടെ ഇതിന് നമ്മുടെ തെങ്ങാണ് കേട്ടോ. തെങ്ങിന് ഇങ്ങനെ തടമൊക്കെ തുറക്കും. ഇത് തടം തുറക്കും എന്നൊക്കെയാണ് മലയാളത്തിൽ ഇവിടെയൊക്കെ പറയുന്നത്. ഇതിങ്ങനെ റൗണ്ടായിട്ട് ഫുൾ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചവറും ലൈക്ക് അങ്ങനെ കുറേ ചപ്പും ചവറൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ നല്ലപോലെ കായ്ക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നത്. ഇവിടെ എല്ലാവരും ഇത് ചെയ്യാറുണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഇച്ചാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പണി എടുപ്പിക്കുന്ന ആ സ്ഥലത്തിൻ്റെ ഓണറും വന്നു. അങ്ങനെ പുള്ളിയായിട്ട് ഇങ്ങനെ ഇച്ചാൻ സംസാരിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ പയ്യൻ അത് പിന്നെ പണി കുറച്ചും കൂടെ ബാക്കിയുള്ളൂ, എന്തായാലും സംസാരിക്കുകയല്ലേ, എന്നാൽ കംപ്ലീറ്റ് ചെയ്തേക്കാന്ന് വെച്ചിട്ടാണ്. നല്ല സൂപ്പറായിട്ടുള്ളൊരു തെങ്ങൻ തോട്ടമാണ് കേട്ടോ. അടിപൊളിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാൻ ഇത് മൊത്തം അവൻ എടുത്തതെല്ലാം ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബാക്കിയും കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടെ ഉള്ളൂ ബാക്കി അത് കംപ്ലീറ്റ് ചെയ്യാൻ നിർത്തും. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു തേനീച്ച കുഞ്ഞി തേൻ വന്ന് കയ്യിലിരുന്നു. ഭയങ്കര സന്തോഷം. ഇത് കടിക്കാലാത്തതുകൊണ്ട് പിന്നെ ഇതിനിങ്ങനെ ഞാൻ പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നു കേട്ടോ. കടിക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ ഓടിച്ച് കളയായിരുന്നല്ലോ. കടിക്കാലാത്തതുകൊണ്ട് നമ്മൾ എന്തിനാ ചുമ്മാ ഉപദ്രവിക്കുന്നതിനെ. അതുകൊണ്ട് ഞാനിങ്ങനെ അതിനെ കൈ പിടിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ ഇച്ചായൻ ചോദിച്ചു, നീ സ്കൂട്ടി എടുത്തുകൊണ്ട് വരികയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ എടുത്തുകൊണ്ട് വരാം. അപ്പം ഞാൻ ചാടിക്കയറി അവനോട് പറഞ്ഞു, ഞാനും വരും അതിൻ്റെ കൂടെ വണ്ടിയിൽ, നടക്കാൻ വയ്യ അവിടം വരെ എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ ചേച്ചി പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയുടെ അവിടെ എത്തി. സ്കൂട്ടിയുടെ അവിടെ എത്തിയപ്പോൾ അവൻ എന്നോടൊരു ചോദ്യം ചോദിക്കുവാണ് കേട്ടോ, സ്കൂട്ടി കൊണ്ടുവരുമോ അതോ ഇറ്റാച്ചി ഓടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ ഇറ്റാച്ചി ഓടിക്കാം. ഇറ്റാച്ചി ഓടിച്ചിട്ട് കുറേ ആയില്ല, എന്നാൽ ഓടിച്ച് നോക്കാം. ഓക്കെ ആണോ, കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ചതിനേക്കാളും ബെറ്റർ ആണോ എന്നൊക്കെ നീ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്കൂട്ടി അവൻ്റെ കൊടുത്തു. അങ്ങനെ ഞാൻ ഇറ്റാച്ചിയിൽ കയറിയിരുന്നത് ഇങ്ങനെ പോരുവാണ് കേട്ടോ. അതിപ്പോൾ ഇറ്റാച്ചി എന്ന് പറയുമ്പോൾ പറയും ഇത് ഇറ്റാച്ചി കമ്പനിയാണ്, അങ്ങനെയല്ല, ഇത് എക്സ്കവേറ്ററാണ് ഇതിൻ്റെ ശരിക്കും പറയുന്ന പേര്. സാനി 35 മിഷനാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഈ മിഷൻ എടുത്തുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുണ്ടും കുഴിയൊക്കെ ഉണ്ട്, എന്നാലും ലൈക്ക് വീടിൻ്റെ അടുത്ത് ഓടിച്ച മാതിരിയല്ല, കുറച്ചും കൂടെ കുഴപ്പമില്ല, ബെറ്ററാണ്. അന്ന് ഓടിക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു വണ്ടി ഓടിക്കാൻ. ഇന്നിപ്പോൾ ഞാൻ ഓടിക്കുമ്പോൾ അവനോട് ഒരു ഹെൽപ്പും ചോദിക്കുന്നില്ല, ഒന്ന് പറഞ്ഞതാന്ന് പോലും പറയുന്നില്ല. ഞാൻ എൻ്റെ ഐഡിയയ്ക്ക് തന്നെ ഞാൻ ഓടിക്കുകയാണ്. അന്ന് ഓടിച്ചതിൻ്റെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ വെച്ചിട്ടാണ് എന്തായാലും ഞാൻ ഓടിച്ച് മരത്തിൻ്റെ ഇടയ്ക്ക് കൂടെയൊക്കെ കയറ്റി എങ്ങനെയൊക്കെയാണോ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവനോടും ചോദിക്കുന്നുണ്ട് കറക്റ്റ് ആവുന്നുണ്ടോ ഓടിക്കുന്നതെന്ന് മാത്രം ഞാൻ ചോദിക്കുന്നുണ്ട്, അല്ലാതെ എങ്ങനെ ഓടിക്കണം എന്നുള്ളത് ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ഓടിക്കാൻ പറ്റും, നിന്നോട് ഞാൻ ചോദിക്കാതെ ഓടിക്കടാ എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ കുറച്ച് പേര് നോക്കുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് ഈ പെണ്ണെന്താ എപ്പോഴും ആന്തി പണി കാണിക്കുന്നത്, ഈ പെണ്ണെന്താ കാണിക്കുന്നത്, ഇവളെ കൊണ്ട് ഇത് ഓടിക്കാൻ പറ്റുമെന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഓടിക്കാൻ പറ്റും ഫ്രണ്ട്സ്. നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഇല്ലെങ്കിൽ ഞാൻ ഓടിക്കൂ എന്നുള്ളൊരു ചാലഞ്ചിങ് മൈൻഡ് ഉണ്ടെങ്കിലേ നമുക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഓടിച്ചത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ, റോട്ടിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇച്ചാൻ വിളിച്ചിട്ട് പറഞ്ഞു വേഗം വാ ഷിഫ്റ്റ് ചെയ്ത് പോകണം.